ഡോക്ടർ മാരാർജി നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് മെയ് 1 മുതലുള്ള വ്യാഴമാറ്റമാണ്. മകരം വരെയുള്ള 10 രാശികളിലുമുള്ള വ്യാഴമാറ്റത്തെപ്പറ്റി നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. അടുത്തതായി 11ാമത്തെ രാശിയായ കുംഭം രാശിയാകുന്നു. നിങ്ങൾ ആദ്യമായി മനസ്സിലാക്കണം എന്താണ് കുംഭം രാശിയെന്ന്. കുംഭം ഒരു കുടത്തിൻ്റെ ആകൃതിയാണ്. ജലാർത്ഥി, ജലം ആഗ്രഹിച്ചുകൊണ്ട് ഒരു വ്യക്തി നദീതീരത്തിലേക്ക് പോവുകയാണ്. ഒഴിഞ്ഞ കുടമാണ്, അതിൽ ജലം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയുടെ രാശിയാകുന്നു കുംഭൻ രാശി. വലിയ സ്വപ്നജീവികളാണ് കുംഭൻ രാശിക്കാർ. അവർ ധാരാളം സ്വപ്നം കാണുന്നു. ജീവിതത്തിൽ പ്രതീക്ഷ പുലർത്തുക, ആ പ്രതീക്ഷ നിർഭരമായ അവസരങ്ങളെ സ്വപ്നത്തിലൂടെ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്നവരാണ് കുംഭൻ രാശിക്കാർ. പലപ്പോഴും കുംഭൻ രാശിക്കാരുടെ സ്വപ്നങ്ങൾ ഫലമില്ലാതെ കാണാറുണ്ട്. നടക്കാത്ത സ്വപ്നങ്ങളുടെ പിറകെ പോകുന്ന ധാരാളം കുംഭം രാശിക്കാരെ എനിക്കറിയാം. ഇനി നമുക്ക് എന്താണ് കുംഭൻ രാശി എന്ന് ചിന്തിക്കാം. കുംഭം രാശി എന്ന് വെച്ചാൽ അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം നക്ഷത്രം, പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക, ഈ 2.25 നക്ഷത്രങ്ങളാകുന്നു കുംഭം രാശി. ഇന്ന് കുംഭൻ രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ മാറ്റമാണ് നമ്മുടെ ചർച്ചാ വിഷയം. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. 7 ശനി ഏറ്റവും കാഠിന്യമായി ബാധിച്ചിരിക്കുന്ന രാശി കുംഭം രാശിക്കാരെയാണ്. ഇവർക്കിന്ന് ജന്മശനിയാകുന്നു. ആ ജന്മശനി അടുത്ത വർഷം 2025 ഏപ്രിലോടെ മാറി 2ാം ഭാവത്തിലേക്ക് പോകും. ജന്മശനിയിൽ നിന്നും 2ാം ഭാവത്തിലേക്ക് മാറും. അപ്പോഴും 7 ശനിയുണ്ട്, പക്ഷേ ഇത്ര കാഠിന്യമില്ല എന്ന് മാത്രം. പക്ഷേ എൻ്റെ പല ഗുരുനാഥന്മാരും പറഞ്ഞിട്ടുണ്ട് 7 ശനി കുംഭം രാശിക്കാരെ അല്ലെങ്കിൽ മകരൻ രാശിക്കാരെ അധികം ബാധിക്കുകയില്ല എന്ന്. കാരണം ശനിയുടെ മൂലക്ഷേത്രമാകുന്നു കുംഭം രാശി. കുംഭം രാശിക്കാർക്ക് മെയ് 1 വ്യാഴം 4ാം ഭാവത്തിലേക്ക് മാറി. അത് കുംഭൻ രാശിക്കാർക്ക് വളരെ നല്ലതാണ്. സമാധാനവും സ്വസ്ഥതയും 4ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം പ്രദാനം ചെയ്യുന്നതാണ്. എന്താണ് 4ാം ഭാവം? മാതാ സുഹൃത്ത് മാതുല ഭാഗിനേയൗ ക്ഷേത്രം സുഖം വാഹനം ആസനം ച ലാളിത്യം അംഭ ശയനഞ്ച വൃദ്ധിർ പശ്വാധികം ഭേഷ്മ ഗൃഹ ചതുർത്ഥാത്. വാഹനം, അമ്മ, അമ്മാമന്മാർ, മരുമക്കൾ, സുഖം, വീട്, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു 4ാം ഭാവം. ഈ 4ൽ നിൽക്കുന്ന വ്യാഴം നിങ്ങൾക്ക് ഇതൊക്കെ പ്രദാനം ചെയ്യും. അതുകൊണ്ട് ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനത്തിലേക്ക് നിങ്ങൾ മുഴുകുക. ഭൂമി വാങ്ങുക, തറകെട്ടുക, നല്ലൊരു ശില്പിയെ കൊണ്ട് കുറ്റിയിടൽ കർമ്മം നിർവഹിക്കുക. എന്നിട്ട് ക്രമമായി ഘട്ടമായി വീടിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇവിടെ കുംഭൻ രാശിക്കാർക്ക് ഏറ്റവും അനുകൂലമായൊരു സ്ഥിതി വരിക അടുത്ത വർഷമാണ്. 2025 മെയ്യിൽ 7 ശനിയുടെ കാഠിന്യം കഴിയും. ആ സമയത്ത് മെയ് 15 ഈ 4ാം ഭാവത്തിലുള്ള വ്യാഴം 5ാം ഭാവത്തിലേക്ക് വരും. അതുകൊണ്ട് നിങ്ങൾ വിത്തിടുക. ഇപ്പോൾ വിത്തിട്ട് അത് പൊടിച്ച് അതിന് വളവും ജലസേചനവും ചെയ്യുക. സമൃദ്ധമായ വിള നിങ്ങൾക്ക് കൊയ്യാവുന്ന രാശിയാകുന്നു കുംഭൻ രാശി. ഈ വർഷം ഓരോ നീക്കങ്ങളും ചടുലമാവുക. നിങ്ങൾ പ്രതീക്ഷിക്കുന്നവരാണ് കുംഭൻ രാശിക്കാർ, സ്വപ്നജീവികളാണ്. അതുകൊണ്ട് വീട്, നിങ്ങൾക്ക് വാഹനം, സുഖഭോഗങ്ങൾ, ഇതൊക്കെ ഈ വ്യാഴം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. ഇവിടെ വ്യാഴം 2 ഭാവങ്ങളുടെ അധികാരിയാകുന്നു, 11ാം ഭാവത്തിൻ്റെയും 2ാം ഭാവത്തിൻ്റെയും. എന്താണ് 11ാം ഭാവം? സർവാഭീഷ്ടാഗമോ ജ്യേഷ്ഠഭ്രാത ജാത നിജാത്മജാഹ വാമകർണോർത്ഥലാഭശ്ച ചിന്താ ഹ്യേകാദശേന തേ. സർവാഭീഷ്ടാഗമം, താൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടുക. ജ്യേഷ്ഠ സഹോദരങ്ങൾ, തൻ്റെ മക്കളുടെ മക്കൾ, തൻ്റെ ഇടത്തെ ചെവി, തൻ്റെ ധനലാഭം, ഇതൊക്കെ ചിന്തിക്കുന്നു 4ാം ഭാവം കൊണ്ട്. അതുകൊണ്ട് ധനപരമായ കാര്യങ്ങളിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നന്നാവുന്ന ഒരു വർഷമായിരിക്കും ഇത്, ഈ വ്യാഴത്തിൻ്റെ മാറ്റം. ധനപരമായ വിഷയം, അതുകൊണ്ട് വ്യാഴം പുത്രകാരകനാണ്. സന്താന വിഷയത്തിലേക്ക്, മക്കളുടെ വിദ്യാഭ്യാസ ലോൺ, അവരുടെ വിദ്യാഭ്യാസ യാത്ര, ഇതൊക്കെ ഈ വ്യാഴം ഒരു മംഗളകരമായ പരിസമാപ്തി കുംഭം രാശിക്കാർക്ക് നൽകുന്നതാണ്. പിന്നെ അടുത്ത പ്രധാന വിഷയം എന്താണ്? 2ാം ഭാവാധിപനാകുന്നു വ്യാഴം. 2ാം ഭാവാധിപൻ്റെ ദശയിൽ പാകേർത്ഥനാഥസ്യ കുടുംബസിദ്ധിയും, തനിക്ക് ഫാമിലി ജോയിനിങ്, യൂണിറ്റി ഉണ്ടാകുന്നു. സൽപുത്രികാപ്തി, നല്ല പുത്രന്മാരുടെ വരവുണ്ടാകുന്നു. പ്രാജ്യേ ഭാജ്യേ മൃഷ്ടമിഹ അസ്നാദി ദദാതി, പാത്രങ്ങളും വിഭവങ്ങളും ഭക്ഷണങ്ങളും ലഭിക്കുന്നു, ദാനം ചെയ്യാൻ കഴിയുന്നു. ഇതിൻ്റെ അപ്പുറത്ത് ലോകത്തിൽ ഏറ്റവും വലിയ പുണ്യം എന്താണ്?
ദാനം ഭോഗോ നാശസ്തിസ്ത്രോ ഗതയോ ഭവന്തി വിത്തസ്യ യോ ന ദദാതി ന ഭുങ്ക്തേ തസ്യ തൃതീയ ഗതിർഭവതി എന്നാണ് സുഭാഷിതകാരൻ പറയുന്നത്. ധനത്തിന് 3 അവസ്ഥകളാണ്. ദാനം ചെയ്യുക, സുഖിക്കുക, നശിക്കുക. അപ്പോൾ ദാനം ചെയ്യാത്തവനും സുഖിക്കാത്തവൻ്റെയും ധനത്തിൻ്റെ അവസ്ഥ നശിക്കുക എന്ന അവസ്ഥയായിരിക്കും. അതുകൊണ്ട് ദാനത്തിനപ്പുറത്ത് മറ്റൊന്നുമില്ല ഈ ലോകത്ത്. ഈ വ്യാഴമാറ്റം നിങ്ങൾക്ക് സുഖകരമായ ഒരവസ്ഥയെ പ്രദാനം ചെയ്യുന്നതാണ്. എങ്കിലും ശ്രദ്ധിക്കുക, 4-ലെ വ്യാഴത്തിന് ചമത്കാര ചിന്താമണി ആചാര്യൻ ഒരു ഫലം പറഞ്ഞിട്ടുണ്ട്. ചതുർത്ഥേ ഗുരു തത്തമന്തർമനശ്ച, ഉള്ളിൻ്റെ ഉള്ളിൽ ദുഃഖം വരുമെന്ന്. അതുകൊണ്ട് ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക. അത് ധനപരമായാലും സന്താന വിഷയത്തിലായാലും വളരെയധികം ജാഗ്രത പാലിക്കുക. ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെടേണ്ടുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം. കാരണം വ്യാഴം 10ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. എന്താണ് 10ാം ഭാവം? ദേവാലയ, നഗരസഭ, മാർഗാലയ, ദാസ, സർവകർമാണി. അപ്പോൾ ദേവാലയം, ചാരിറ്റി, ദേവനുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ, അനാഥാലയങ്ങൾ, മന്ദിരങ്ങൾ, ഇതുമായി ബന്ധപ്പെടുന്ന എല്ലാ പ്രവർത്തനത്തിലും ഒരു അധികാര സ്ഥാനം ഈ വ്യാഴം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതാണ്. ഗൃഹദ്വാരത സൂയതേ വാചികേഷ ദ്വിജോച്ചാരിതോ വേദഘോഷോപി തദ്വൽ. വേദഘോഷങ്ങളും ബ്രാഹ്മണന്റെ ഉച്ചാരണങ്ങളും കേൾക്കുവാനുള്ള ഒരവസ്ഥ 4ാം ഭാവത്തിൽ നിൽക്കുന്ന ഈ വ്യാഴം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതാണ്. പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിലൂടെ സാഫല്യം നേടുക, അധികം സ്വപ്നം കാണാതിരിക്കുക. കുംഭം രാശിക്കാർ, പ്രിയമുള്ള പ്രേക്ഷകരെ, കുംഭം രാശിക്കാർക്ക് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. നന്ദി, നമസ്തേ.